എന്തുകൊണ്ടാണ് ലിത്വാനിയയിലേക്ക് സ്റ്റുഡൻസ് പഠിക്കണം അല്ലെങ്കിൽ പോകണം എന്ന് പറയുന്നത്? അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വിദേശ വിദ്യാഭ്യാസത്തിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി പ്രാക്ടിക്കൽ നോളജിൽ കുറേ അധികം തിയറികൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളുടെ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളിലും കണ്ടുവരുന്ന ഒരു രീതി. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ മോഡ്യൂൾസ് എന്ന് പറയുന്നത്, അതായത് സബ്ജക്റ്റിനെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഏരിയയാണ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് പ്രാക്ടിക്കലായിട്ടും കൂടെയുള്ള ഒരുപാട് നോളജ്, എക്സ്പീരിയൻസസ് ലഭിക്കത്തക്ക രീതിയിൽ അവരെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി അവരുടെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തിലേക്ക് പ്രവേശിക്കും? ജോലിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും അവിടുത്തെ വിദ്യാഭ്യാസ രീതിയും തമ്മിലുള്ള വ്യത്യാസമിത്. അതുകൊണ്ട് തന്നെയാണ് കഴിയുന്നതും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി, ഉന്നത പഠനത്തിന് വേണ്ടി പോകുവാനായിട്ട് +2 കഴിഞ്ഞാൽ തന്നെ നമ്മുടെയൊക്കെ സ്റ്റുഡൻസ് മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അടുത്തൊരു പ്രധാന പോയിൻ്റാണ് അഫോർഡബിൾ ട്യൂഷൻ ഫീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റമൊക്കെ നോക്കുവാണെങ്കിൽ ബാംഗ്ലൂർക്ക് പഠിക്കണം വിത്ത് അക്കോമഡേഷൻ അതോടുകൂടി പഠിക്കണമെന്നൊക്കെ ഉണ്ട്. ഒരു ബാച്ചിലേഴ്സോ അല്ലെ മാസ്റ്റേഴ്സൊക്കെ പഠിക്കണമെങ്കിൽ ഒരു 10 lakhs ഒക്കെ മിനിമം എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിനേക്കാൾ ഫീസ് കുറഞ്ഞുകൊണ്ട്, ലിവിങ് കോസ്റ്റും കുറഞ്ഞുകൊണ്ട് നമുക്ക് യൂറോപ്പിൽ പഠിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പം ബാച്ചിലേഴ്സിന് തന്നെ നമുക്ക് വിവിധ തരത്തിലെ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ലോജിസ്റ്റിക്സ് ഉണ്ട്, അതായത് +2 കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ലോജിസ്റ്റിക്സ്, MBA, BBA പ്രോഗ്രാംസ്, അതുകൂടാതെ ആർക്കിടെക്ചറൽ മാർക്കറ്റിംഗ്, HR മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, MBBS, ഓഡോntology, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രോഗ്രാംസ് ലിത്വേനിയയിലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് വില്നിയസ് യൂണിവേഴ്സിറ്റി, ക്ലൈപേദ യൂണിവേഴ്സിറ്റി, വിറ്റോട്ടാസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി, SMK യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ KVK ക്ലൈപേദ കൊളീഗിയ, അങ്ങനെ LSMU മെഡിസിനൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ, അതിപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽസ് എനിവെയർ ഇൻ ദ വേൾഡ്, അപ്പോൾ അവരുടെയൊക്കെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ്. വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു ഒഫീഷ്യൽ പദവിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ആളാണ്. എൻ്റെ നിരവധിയായിട്ടുള്ള സ്റ്റുഡൻസ് ലിത്വേനിയയിലെ പബ്ലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പം 2026 ജൂൺ മാസമാണത്, ജൂൺ മിഡാണ് ഇപ്പം. അപ്പം നമ്മുടെ ഈ ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. അതിൻ്റെ ആപ്ലിക്കേഷനെല്ലാം ഇതുവരെ തീർന്നിട്ടില്ല. ഈ മാസം അവസാനം വരെ ഉണ്ട്, ജൂൺ 5 വരെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പം വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകത, ട്യൂഷൻ ഫീ അഫോർഡബിൾ ആണ്, ലിവിങ് കോസ്റ്റ് അഫോർഡബിൾ ആണ്, അതേപോലെ തന്നെ ഇവർക്ക് പാർട്ട് ടൈം ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും 20 മണിക്കൂറൊക്കെ കുട്ടികൾക്ക് പാർട്ട് ടൈം പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ലിത്വേനിയയിൽ 2022 മുതലാണ് TRP എന്ന് പറയുന്ന ഒരു സിസ്റ്റം വന്നത്, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ്. അപ്പോൾ ഈ TRP വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് 40 മണിക്കൂർ പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ബാച്ചിലേഴ്സുകാർക്കും മാസ്റ്റേഴ്സുകാർക്കും സോഫാർ ഉള്ള നിയമപ്രകാരം 40 മണിക്കൂർ പാർട്ട് ടൈം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിവിധ സ്കോളർഷിപ്പുകൾ. അപ്പോൾ ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ചെറിയ എന്തോ എമൗണ്ട് ആയിരിക്കുമെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ, BTech പഠിക്കാനായിട്ട് +2 കഴിഞ്ഞ ഒരു കുട്ടി പോവുകയാണ്. അപ്പോൾ 4 വർഷമാണ് ഈ BTech. 2 വർഷം ഈ കുട്ടി പോകുന്ന ഹോം യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ നമുക്ക് ടൈപ്പുള്ള ക്ലൈപേദ യൂണിവേഴ്സിറ്റി എന്ന് വിചാരിക്കുക. ക്ലൈപേദ യൂണിവേഴ്സിറ്റിയിലെ BTech പഠിക്കാനായിട്ട് ആദ്യത്തെ 2 വർഷം ഈ കുട്ടി അവിടെ പഠിക്കണം. ഇപ്പോൾ സാർ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ BTech പഠിക്കാനായിട്ട് പോകുന്നു, അവിടെ 2 വർഷം പഠിക്കുന്നു, KU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. 3-ാമത്തെ വർഷം ആദ്യത്തെ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ എത്രാമത്തെ സെമസ്റ്ററായി? 5-ാമത്തെ സെമസ്റ്റർ. 5-ാമത്തെ സെമസ്റ്റർ വേറൊരു യൂറോപ്യൻ യൂണിയൻ കൺട്രിയിൽ പോയിട്ട് വിത്ത് സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? എന്നിട്ട് 6-ാമത്തെ സെമസ്റ്റർ പഠിക്കാൻ തിരിച്ച് നിങ്ങൾ KUയിലേക്ക് തന്നെ വരിക. ഇതിന് ശേഷം 4-ാമത്തെ വർഷം 7-8 സെമസ്റ്റർ.
ഈ 8ാമത്തെ സെമസ്റ്റർ, അതായത് നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും. അങ്ങനെ 12 മാസം ബാച്ചിലേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ ഫണ്ടിങ് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫിൻലൻഡ് അല്ലെങ്കിൽ സ്വീഡൻ അല്ല ഡെൻമാർക്ക് അങ്ങനെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലിവിങ് കോസ്റ്റിന് അനുസൃതമായിട്ടാണ് നമുക്ക് ഫണ്ട് വരിക. അപ്പോൾ മാസം ഒരു 55,000 60,000, ഇപ്പോൾ യൂറോ റേറ്റ് കൂടുതലാണ്, ഒരു 60,000 രൂപയ്ക്ക് ഒരു മാസം ഇങ്ങോട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അതിൻ്റെ 70% നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കിട്ടും. ബാക്കി 30 അവിടെ പോയി പഠിച്ച് അവിടുത്തെ സർട്ടിഫിക്കറ്റും കൊണ്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും കിട്ടും. അപ്പോൾ ഈ ഒരു സ്കീമാണ് ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ്. ഞാൻ എൻ്റെ എല്ലാ കുട്ടികളോടും പറയാറുള്ളതാണ്. കാരണം 2013 ഞാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു ഈ പറഞ്ഞ സ്കോളർഷിപ്പ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കതിൻ്റെ സിസ്റ്റം കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു സ്കോളർഷിപ്പ് സ്കീം എടുക്കണം. നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി സാറ് ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ബിടെക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലിത്വേനിയ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള 1 വർഷത്തെ സ്റ്റേ ബാക്ക്. ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ 1.5 വർഷം ആക്കുക, 2 എന്നുള്ളത് അവരിപ്പോൾ 1.5 വർഷം ആക്കാൻ പോകും പുതിയ റെഗുലേഷൻ പ്രകാരം. അപ്പം മിക്ക കൺട്രീസിലും ഈ പറയുന്ന ഒരു 6 മന്ത് 1 ഇയർ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ലിത്വേനിയ. അപ്പോൾ അവർക്കും 1 വർഷത്തെ സ്റ്റേ ബാക്കാണ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേ ബാക്ക് സമയത്ത് സാറിന് ലെറ്റ്സ് ആദ്യം ഇറാസ്മസ് സ്റ്റഡീസ്, അതായത് ഈ 5ാമത്തെ സെമസ്റ്റർ പഠിക്കാൻ ഫിൻലൻഡിൽ പോയെന്ന് വിചാരിക്കുക. അതിനുശേഷം തിരിച്ചു വന്നു, നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങൾ ജർമ്മനിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവർ ഹെൽപ്പൊക്കെ ചെയ്തു. അതിനുശേഷം ആ കമ്പനി പറയുകയാണ്, ഓക്കെ നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻറ്റേൺ ആയിട്ട് കയറിക്കോളൂ 1 വർഷത്തേക്ക്, അല്ലെങ്കിൽ 6 മാസത്തേക്ക്, അല്ലെങ്കിൽ 8 മാസത്തേക്ക് എന്ന് പറയുമ്പം ഈ എത്ര മാസമാണോ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് നൽകുക, ആ സമയത്തും നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടും. അതിനാണ് ഇറാസ്മസ് പ്ലസ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് സമയത്ത് കിട്ടുന്ന സ്കോളർഷിപ്പ് നേരത്തെ നമുക്ക് 60,000 ആയിരുന്നു കിട്ടിയത്, അതിനേക്കാൾ കൂടുതലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ജർമ്മനിയിലാണ് പോകുന്നതെങ്കിൽ വൺസ് അഗെയിൻ ജർമ്മനിയിലെ ലിവിങ് കോസ്റ്റിനനുസരിച്ചാണ് നിങ്ങൾക്ക് മന്ത്ലി സ്കോളർഷിപ്പ് വരുന്നത്. അതുകൂടാതെ തന്നെ ജർമ്മൻ കമ്പനികളും എന്ത് ചെയ്യും, ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ പൈസ പ്രൊവൈഡ് ചെയ്യും, സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ പോലെ വെറുതെ പണിയെടുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഒരു ഇൻറ്റേൺ ആയിട്ട് കയറുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് സെറ്റിൽഡ് ആക്കി തരും, പ്ലസ് സ്റ്റൈഫൻഡും തരും. ഇനി ഈ ബിടെക് തീർന്നു കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ ഒരു കമ്പനിയിൽ ഇൻറ്റേൺ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് സ്കോളർഷിപ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളുടെ യൂണിവേഴ്സിറ്റിയായ ക്ലൈപ്പേദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് തീരുന്ന ആ ലാസ്റ്റ് മന്തില്ലേ, ലാസ്റ്റ് ഒരു 2-3 മന്ത്സ്, ഈ 2-3 മന്ത്സിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ജർമ്മൻ കമ്പനിയിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും ക്ലൈപ്പേദ യൂണിവേഴ്സിറ്റി കൊടുക്കുക, നമ്മുടെ ഫണ്ട് സാങ്ഷൻ ആക്കിയിട്ട് സമാധാനമായിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻ ആകൂ. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷവും ഒരു വിദ്യാർത്ഥിയെ അവരെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ ഓക്കെ ഇത് കഴിഞ്ഞു ഗുഡ് ബൈ അങ്ങനത്തെ സിസ്റ്റം അല്ല. കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഫണ്ടിങ് ആര് തരുന്നുണ്ട്? യൂണിവേഴ്സിറ്റിയും യൂറോപ്യൻ കമ്മീഷനോട് തരുന്നുണ്ട്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് സ്കീമിനെ പറ്റി പറയുമ്പോൾ വൺസ് അഗെയിൻ ഞാൻ കുട്ടികളോടും പേരൻസിനോടും പറയുകയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്കോളർഷിപ്പാണ് ഇറാസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറാസ്മസ് ERASMUS ഇറാസ്മസ് എന്ന് മോള് കാണുക. അതിന് 2 ബ്രാഞ്ച് ഉണ്ട്. ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ്, മറ്റേ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇറാസ്മസ് പ്ലസ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഈ സ്റ്റഡീസ് നിങ്ങൾക്ക് 1 സെമസ്റ്റർ ചെയ്യാം, ഇൻറ്റേൺഷിപ്പ് അപ് ടു 12 മന്ത്സ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്കീം എന്ന് പറയുന്നത് സ്കോളർഷിപ്പ്. ഇനി അടുത്ത സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മിക്ക യൂണിവേഴ്സിറ്റികൾക്കും അവരുടെ തന്നെ ബ്രാഞ്ചസ് ഉണ്ട് സ്കോളർഷിപ്പിന് വേണ്ടി. അപ്പോൾ ഒരു സെമസ്റ്ററിൽ നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ മന്ത്ലി സ്കോളർഷിപ്പ് സ്റ്റൈഫൻഡ് അവർ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഫണ്ടിങ് സ്കീമാണ് ഇറാസ്മസ് മുഖേന വേറെ രാജ്യത്ത് പോകുന്നു. അതുപോലെ ഫണ്ടിങ് സ്കീമുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാനഡയിൽ പോകണമെങ്കിൽ കാനഡയിൽ പോകാം, UK പോകണമെങ്കിൽ UK പോകാം, USA പോകണമെങ്കിൽ USA പോകാം. അപ്പോൾ അത് ഓരോ പ്രോഗ്രാമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലിത്വേനിയയ്ക്ക് ഇത്രയും ട്യൂഷൻ ഫീ കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ
അവിടെ നിന്നും ഇത്രയും സ്കോളർഷിപ്പും വാങ്ങിച്ച് നമ്മൾ വീണ്ടും വേറെ രാജ്യത്ത് പഠിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇത്രയും സ്കോളർഷിപ്പ് കേട്ടിട്ടുണ്ടോ? എനിക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര സീരിയസ് ആയിട്ട് കുട്ടികളോട് പറയുന്നത്. ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ സെമസ്റ്റർ മാത്രമേ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള KTU, കവനാസ് യൂണിവേഴ്സിറ്റി ടെക്നോളജിയിൽ പഠിച്ചുള്ളൂ മാസ്റ്റേഴ്സ് സമയത്ത്. ഞാനിവിടുന്ന് പോയത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം ഞാൻ അന്ന് ലിത്വേനിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. ജനുവരി 3-ാം തീയതിയോ 4-ാം തീയതിയോ അപ്പോൾ ഞാൻ ഫിൻലൻഡിലെത്തി. ഈ പറഞ്ഞ റാസ്മസിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ട്. ഒന്ന് ആലോചിച്ചൊക്കെ, ജനുവരി മുതൽ എനിക്കൊന്ന് നവംബർ മാസം വരെ ഞാൻ ഫിൻലൻഡിലായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നു, എൻ്റെ പ്രൊജക്റ്റ് സബ്മിഷൻ ചെയ്തു. അന്നൊക്കെ 6 മാസം സ്റ്റേ ബാക്കേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കുള്ളത് 1 ഇയർ സ്റ്റേ ബാക്കാണ് ലിത്വേനിയയ്ക്ക്. 40 മണിക്കൂർ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയും ചെയ്യാം. ഇനി ഈ പാർട്ട് ടൈമിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെബിനാർ എൻ്റെ സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് 6.5 യൂറോ ഒക്കെയാണ് നിങ്ങൾക്ക് പെർ അവർ പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഇൻകം എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്. അത് 11 ഒക്കെ ആയി പോകാറുണ്ട്. ചില കുട്ടികൾക്ക് അത് കൂടുതൽ കിട്ടാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിന്. അപ്പോൾ ഇതൊക്കെയാണ് യൂറോപ്പിലെ ലിത്വേനിയ എന്ന് പറയുന്ന വളരെ ചെറിയ രാജ്യമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യത്ത് പഠിക്കുന്നതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ.